ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇത് ഞാൻ വയനാട്ടിൽ പോയപ്പോൾ ഒരു സ്ഥലം വരെ പോയി. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഏതാണ് ആ സ്ഥലം എന്നല്ലേ? കുറുവ ദ്വീപ്. വയനാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു പ്രാവശ്യം പോകണം. അതായത് ടിക്കറ്റ് എടുത്ത് നമ്മളൊരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു സ്ഥലത്തെത്തും. ഇവിടുന്ന് ഒരു ചങ്ങാടത്തിൽ കയറിയിട്ട് അക്കരെ കടന്നിട്ട് വേണം നമ്മൾ ഈ കുറുവ ദ്വീപ് എന്നുള്ള സ്ഥലത്തിലെത്താൻ വേണ്ടിയിട്ട്. മരങ്ങളിൽ കയറ് കെട്ടിയിട്ട് അതിൽ പിടിച്ച് വലിച്ചാണ് ഈ ചങ്ങാടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. നല്ല രസമാണ് കേട്ടോ ഇതിലിരുന്ന് ഇങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഞങ്ങൾ പോയ ദിവസം മഴ പെയ്തതുകൊണ്ട് വെള്ളം നല്ലോണം കലങ്ങി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ നല്ല തെളിച്ചുണ്ടാവുമെന്നാണ് കേട്ടോ ആ ചേട്ടൻ പറഞ്ഞത് ഞങ്ങളോട്. അങ്ങനെ ചങ്ങാടത്തിൽ നമ്മൾ അക്കരെ കടന്ന് അവിടുന്ന് ഒരു 800 മീറ്ററോളം നടക്കാനുണ്ട് ഈ കുറുവ ദ്വീപിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. ഈ 800 മീറ്ററും കാട്ടിൻ്റെ അകത്തു കൂടെയുള്ള യാത്രയാണ് കേട്ടോ. നമുക്കങ്ങനെ വല്ലാണ്ട് നടന്ന് ടയേർഡാവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നല്ല പീസ്ഫുള്ളായിട്ടുള്ള കാംഫുള്ളായിട്ടുള്ള ആംബിയൻസ് കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. ഞങ്ങൾ അപ്രോക്സിമേറ്റ്ലി ഒരു 11:45 12 മണിയായപ്പോഴാണ് ഇവിടെ എത്തിയത്. അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. പക്ഷേ വീക്കെൻഡ്സിൽ അങ്ങനെയല്ല. ഈ ഒരു സൗണ്ട് കേട്ടോ, നമ്മൾ നടക്കുന്ന വഴി മൊത്തം നമുക്ക് ഇങ്ങനെ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ പോകുന്ന വഴി മരത്തിൽ നല്ലൊരു ഊഞ്ഞാൽ അവർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ സ്പോട്ടിലെത്തി. നല്ല രസമുള്ളൊരു സ്പോട്ടാണ് കേട്ടോ. ഈ സ്പോട്ടിലെത്തിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ മുല്ലംകൊല്ലി വേലായുധനെയാണ്, നമ്മുടെ നരൻ സിനിമയിലത്തെ. അതിൽ നമ്മുടെ മോഹൻലാൽ ഈ മരത്തിൻ്റെ തടിയൊക്കെ എടുക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, കറക്റ്റ് അതേപോലത്തെ സ്പോട്ടാണ്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി ആംബിയൻസ് ആണ്, നല്ല വൈബുള്ള സ്ഥലമാണ്. വയനാട് പോകുന്നവർ ചെന്ന് കണ്ടിരിക്കേണ്ട സ്പോട്ടുകളിൽ മസ്റ്റ് വിസിറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. വെള്ളത്തിന് വല്ലാണ്ട് കുത്തൊഴുക്കില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം അവിടെ തന്നെ ഉണ്ട്. നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് വരുന്ന വഴിക്ക് അവിടെ ഒരു കടയിൽ നിന്ന് നമ്മൾ ഹണിയിലിട്ട നെല്ലിക്ക കഴിച്ചു. എൻ്റെ അമ്മോ, എന്തൊരു ടേസ്റ്റായിരുന്നു എന്നറിയോ. ഞാൻ ഇതേവരെ അത് ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടായിരുന്നു. പക്ഷെ നല്ല സാധനം, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടതും കൂടെ മേടിച്ചു. പൈനാപ്പിൾ ആകുമ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു സ്വാദ്. അപ്പോൾ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതും കൂടെ കഴിച്ചു നോക്കി. കുറച്ചുകൂരം നടന്ന് വന്നുകൊണ്ട് ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. പിന്നെ അവിടെ ലേഡീസിനും ജെൻസിനും ഒക്കെ ഉള്ള വാഷ്റൂം സൗകര്യമുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സ്പോട്ടാണ്, മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.